ആര്യൻ ഇന്നേ വരെ ജയിച്ചിട്ടുള്ള ഒരു കളിക്കകത്തുമില്ല കള്ളത്തരം കാണിക്കാത്ത. പക്ഷേ മിടുക്കനാണ്. ഈ കളിക്കകത്തും അവൻ ഒരാളെ മനഃപൂർവ്വം തെള്ളി പുറത്ത് കളഞ്ഞിട്ട് അവൻ ജയിക്കാൻ നോക്കുന്നത്. എന്ത് ജയവാ ഇതൊക്കെ? എന്ത് ജയവാ? ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ ക്രൂരത കാണിച്ചിട്ട് ഇങ്ങനെ ജയിച്ചിട്ട് എന്ത് പ്രയോജനം എന്തുവാ? ഒരുത്തി പുറകിലിരുന്നുകൊണ്ട് ആ ലോക്ക് തുറന്ന് ഡോറ് തുറന്നേ കിടക്കുവാണ്. അനീഷ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അനീഷിന് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ ഷാനവാസിന് സംഭവിച്ച കണക്കുള്ള കാര്യങ്ങളിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ടാസ്ക്. ഒന്നുകിൽ അനീഷ് ഇവർ തെള്ളി പുറത്തിട്ട് അനീഷ് വണ്ടി തലയിടിച്ച് വീഴും. പ്രായത്തെ മാനിക്കുന്ന അനുമോള് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ പ്രായത്തെ മാനിക്കുക. പ്രായത്തെ മാനിക്കാനല്ല ഇവിടെ വന്നത്, ഗെയിം കളിക്കാനാണ് വന്നത്. പ്രായത്തെ നീ ഇരുന്ന് മാനിച്ചോന്ന് ആദില പുറകിലിരുന്ന് പറയുന്നുണ്ട്. അയ്യോ അമ്മയെന്നൊക്കെ അനീഷ് വിളിക്കുന്നുണ്ട്. കഷ്ടം, ഒരുപാട് നെരുങ്ങി അനീഷിനെ അങ്ങ് ഇല്ലാണ്ടാക്കി വെച്ചേക്കുകയാണ് ഇവർ രണ്ടുപേരുടെ. മനഃപൂർവ്വം ആരെന്നിരിക്കുന്നുണ്ടോ? ഈ ഓരോ ഫോട്ടോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മര്യാദയ്ക്ക് അവിടെ ആ കാറിലിരിക്കുന്ന അനീഷ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണോ ഒരാൾ കാറിലിരിക്കുന്നത്? ആരിൻ്റെ ഇരിക്കുന്ന ആ ഒരു സ്റ്റൈല് നോക്കി. എന്നിട്ട് തിരിഞ്ഞിരുന്നിട്ട് അങ്ങോട്ട് തള്ളുകയാണ്. എന്നിട്ട് പറയാണ്, നൂറ് അവൾ ആദ്യം ഓടി വന്നിരുന്നേ, അവളുടെ സ്ഥലമാണ് നിങ്ങൾ എടുത്തതെന്നാണ് ഇവൻ പറയുന്നത്. പിന്നെ എന്തൊരു വൃത്തികെട്ട സ്വഭാവം ഇവൻ്റെ. അവൻ ഇന്നലെ മുതൽ ക്രഷ് അടിച്ച് നടക്കുകയാണ് നൂറയുടെ പുറത്ത്. ഇന്നലെ അവൻ നൂറയുടെ പൊക്കിൾ നോക്കിയിട്ട് ഉമ്മ കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ അതൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്ന പ്രവൃത്തിയാണ് അവൻ്റെ കയ്യിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പറയാതിരിക്കും ഇതൊക്കെ?